dear students. Today we are going to discuss some more terms related with mutual fund. One is fund running expenses. Okay. Apart from the fees payable to the asset management company, direct expenses incurred in managing the investment portfolio are charged to investors. ഓക്കെ, നമ്മൾ അടയ്ക്കുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് നമ്മൾ അടയ്ക്കുന്ന ഫീസ് കൂടാതെ വേറെ കുറച്ച് കോസ്റ്റ് കൂടെ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, this specific type of expenses that can be charged to the investors and the limits to these expenses are stipulated by regulation. നമ്മുടെ സെബിയുടെ റെഗുലേഷൻ പ്രകാരം എത്ര എക്സ്പെൻസ് വരെ അല്ലെങ്കിൽ എത്ര എക്സ്പെൻസ് ലിമിറ്റ് വരെ ഇത്ര രൂപ എന്ന രീതിയിൽ എത്രയൊക്കെ ഫീസ് വാങ്ങാം അല്ലെങ്കിൽ എത്ര ചാർജ് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഈടാക്കാം എന്നൊക്കെ റെഗുലേഷൻ വഴി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് ഡെയിലി ആവറേജ് നെറ്റ് അസറ്റ്സ് മാനേജ്ഡ് ബൈ ദ ഫണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, ആഫ്റ്റർ മാർക്കിംഗ് ദ അസറ്റ്സ് ടു മാർക്കറ്റ് ഫോർ പർപ്പസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എൻ എ വി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിന് ശേഷം അതിൽ നിന്നും ഫണ്ട് ഡിഡക്റ്റ് ചെയ്യും. അതായത് എക്സ്പെൻസ്, ഓരോ ദിവസത്തെയും എക്സ്പെൻസ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ ആ ഫണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നു. If the NAV is lower to the extent of the expenses, investors do not pay the expenses separately. Okay. എക്സ്പെൻസിനേക്കാളും താഴെയാണ് NAV എങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് ഈസ് കോമൺ ടു റെഫർ ടു എക്സ്പെൻസസ് ഇൻ ടേംസ് ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ ആസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് അസറ്റ്. ഇത് നെറ്റ് അസറ്റിൻ്റെ പേരിൽ നമ്മൾ TER എന്ന ടേംസിലാണ് കാണിക്കുന്നത്. TER എന്ന് വെച്ചാൽ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് ലോഡ്സ്, LOADS, ലോഡ്സ്. മ്യൂച്വൽ ഫണ്ട്സ് മേ ഇമ്പോസ് എ ചാർജ് ഓൺ ദ ഇൻവെസ്റ്റേഴ്സ് അറ്റ് ദ ടൈം ഓഫ് എക്സിറ്റിംഗ് ഫ്രം എ ഫണ്ട് കോൾഡ് ദ എക്സിറ്റ് ലോഡ്. നമ്മൾ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. നമ്മൾ ഫണ്ടിൽ നിന്നും എപ്പോഴാണോ പിന്മാറുന്നത്, നമ്മൾ നിർത്താൻ പോകുകയാണ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് അങ്ങ് പിന്മാറാൻ പോകുന്നു, പൈസ പിൻവലിക്കാൻ പോകുന്നു, ആ സമയത്തുള്ള ഇതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ വരുന്നതാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. കറൻ്റ്ലി എൻട്രി ലോഡ്സ് ആർ പ്രൊഹിബിറ്റഡ് ബൈ സെബി. ആക്ച്വലി എൻട്രി ലോഡ് സെബി ഇപ്പോൾ പ്രൊഹിബിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. എന്നാൽ എക്സിറ്റ് ലോഡ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ചാർജ് ആൻ എക്സിറ്റ് ലോഡ് ലിങ്ക് ടു ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർ എത്ര നാളാണോ ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും എക്സിറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So it is calculated as a percentage of the NAV and reduced from the NAV to arrive at the price that the investor will get on exiting from the investment. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് NAVയിൽ നിന്നാണ്, അതായത് നെറ്റ് അസറ്റ് വാല്യൂവിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി അത് പറയുന്നത് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എക്സിറ്റ് ലോഡ് ഫോർ റിഡംഷൻ അല്ലെങ്കിൽ സ്വിച്ച് ഔട്ട്. നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള എക്സിറ്റ് ലോഡാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലംസം ഓഫ് SIP ഓർ STP ഓർ SWP ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. അത് ഒരു വർഷം വരെ ആണെങ്കിൽ 1% ആണ് ആപ്ലിക്കബിൾ. ഓക്കെ, ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ പെർസെൻറ്റേജ് ഒന്നും ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുക. ഓക്കെ, from this box we shall get the details that the mutual fund will charge an exit load of 1% of NAV if the funds are redeemed by the investor within 1 year from the date of purchase. നമ്മൾ വാങ്ങുന്ന ഡേറ്റ് ഓഫ് പർച്ചേസിൽ നിന്നും ഒരു വർഷത്തിന് ഉള്ളിലാണ് നമ്മൾ പിൻവലിക്കുന്നതെങ്കിൽ 1% ആപ്ലിക്കബിൾ ആണ്. ഒരു വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ എക്സിറ്റ് ലോഡ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഇവിടെ കൊടുത്തേക്കുന്നു. സി ദാറ്റ് ഇഫ് ദ NAV ഈസ് ₹12, NAV 12 ആണ്, എക്സിറ്റ് ലോഡ് 1% ആണ് 12 രൂപയ്ക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 1% ഓഫ് 12 കാണണം. അതെങ്ങനെ കാണും? 1/100 × 12 ചെയ്യുമ്പോൾ 0.12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ the price that the investor will get when he redeems his unit is, പുള്ളി പൈസ 12 രൂപ ഇട്ട ആൾ ആ 12 രൂപ ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന പെർസെൻറ്റേജ് കൂടെ അതിൽ നിന്ന് വലിക്കും. അതായത് 0.12 റുപ്പീസ് അതിൽ നിന്ന് കുറയ്ക്കണം. ദാറ്റ് മീൻസ് ₹12 മൈനസ് 0.12 ആൻഡ് വി വിൽ ഗെറ്റ് ₹11.88. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഇതാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ് വാല്യൂവിൽ നിന്നാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു ടേം എന്ന് പറയുന്നത് പാസ് ത്രൂ എൻറ്റൈറ്റി. ഓക്കെ,
A mutual fund's portfolio earns taxable income and capital gains on the investments held in the normal course. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ വഴി ഏൺ ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്. The fund may distribute the realized gains and income as dividend. ഈ കിട്ടിയ പൈസ അവർ ഗെയിൻസ് അല്ലെങ്കിൽ ഇൻകമിനെ ഡിവിഡൻഡ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ് മേ ഓൾസോ ഏൺ ദ അൺറിയലൈസ്ഡ് ക്യാപിറ്റൽ ഗെയിൻ ഇൻക്ലൂഡിങ് ഇൻ ദ NAV when they redeem or sell their units. ഇൻവെസ്റ്റേഴ്സിന് അവർ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ ആസറ്റ് വിൽക്കുമ്പോഴോ അതല്ലെങ്കിൽ അവരതിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന സമയത്തോ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലാഭവിഹിതം ഇൻവെസ്റ്റേഴ്സിനും ലഭിക്കുന്നു. The underlying income is the same, but it is accrued once in the book of mutual fund and gain in the books of investor. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഇൻകം ഒരേ രീതിയിലാണ് പോകുന്നത്, പക്ഷേ എക്സ്ട്രാ കിട്ടുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ്സിൽ അത് ആഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എക്സ്ട്രാ ആയിട്ട് ലഭിക്കും. In order to prevent the same income from being taxed twice, mutual funds are classified as pass-through entities under the income tax laws. ഇൻകം ടാക്സ് ലോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പാസ് ത്രൂ എൻറ്റൈറ്റി ആയിട്ട് കണക്കാക്കുന്നു. ബിക്കോസ് സെയിം എൻട്രി 2 വട്ടം ഇൻകത്തിൻ്റെ അവിടെ വരും. അപ്പോൾ അത് ഡബിൾ ടാക്സ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പാസ് ത്രൂ എൻറ്റൈറ്റി എന്ന രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് പാസ് ത്രൂ എൻറ്റൈറ്റി. The income of a mutual fund registered with SEBI is completely exempt from tax. സെബിയിൽ നിന്നും രജിസ്റ്റർ ചെയ്തേക്കുന്നതാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, വരുമാനം, ആ വരുമാനം ടോട്ടലി ടാക്സ് ഫ്രീ ആണ്. കാര്യം ഓൾറെഡി നമ്മളൊരു ടാക്സ് പേ ചെയ്യുന്നുണ്ട്, അത് അപ്പോൾ ടോട്ടലി ടാക്സ് ഫ്രീ ആണ്. The income is earned on behalf of the investors and passed through to them and is therefore taxed only in their hands. സോ ഒരൊറ്റ വട്ടവേ അത് ടാക്സ് ചെയ്യത്തുള്ളൂ. നമ്മൾ ആ ലാഭവിഹിതം പിൻവലിക്കുമ്പോൾ വീണ്ടും ടാക്സ് ചെയ്യപ്പെടുന്നില്ല. ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് പാസ് ത്രൂ എൻറ്റൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ് എൻഡഡ് ഫണ്ട്സ്. യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആർ ഫസ്റ്റ് ഇഷ്യൂ ടു ദ ഇൻവെസ്റ്റേഴ്സ് വെൻ ദ സ്കീം ഈസ് ലോഞ്ച്. നമ്മൾ ആദ്യമായിട്ട് സ്കീം ലോഞ്ച് ചെയ്ത സമയത്തായിരിക്കും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്ര യൂണിറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന രീതിയിൽ ആദ്യമേ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് സബ്സിക്വൻ്റ്ലി ദ ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ആൻഡ് സെയിൽ ട്രാൻസാക്ഷൻസ് വിത്ത് എ ഫണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്ട്രക്ചർ ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ വാങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യും, കുറേ നാൾ കഴിയുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് വിൽക്കും അല്ലേ. അപ്പോൾ റീസെയിൽ ചെയ്ത് പലവട്ടം വിറ്റ് പോയ സാധനങ്ങളായിരിക്കും അടുത്ത ആൾക്കാരുടെ കയ്യിൽ ഒരു പക്ഷേ കിട്ടുക. അപ്പോൾ ഓപ്പൺ എൻഡഡ് എന്താണ്, ക്ലോസ് എൻഡഡ് എന്താണെന്ന് നോക്കാം. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് This fund does not have a fixed maturity date. ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ അഡീഷണൽ യൂണിറ്റ്സ് ഫ്രം ദ ഫണ്ട് അറ്റ് എനി ടൈം അറ്റ് ദ കറണ്ട് NAV ലിങ്ക്ഡ് പ്രൈസ്. എപ്പോൾ വേണമെങ്കിലും എക്സ്ട്രാ വാങ്ങാം. ഇപ്പോൾ 1000 മ്യൂച്വൽ ഫണ്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തുനിന്നും, എനിക്കത് വേണമെങ്കിൽ 1500 ആക്കാം. എക്സ്ട്രാ ഒരു 500 കൂടെ എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. നോ ഇഷ്യൂസ്. അതാണ് ഓപ്പൺ എൻഡഡ്. എപ്പോൾ വേണമെങ്കിൽ എൻറ്റർ ചെയ്യാം, എപ്പോൾ വേണേൽ എക്സിറ്റ് ചെയ്യാം, എപ്പോൾ വേണേൽ ആഡ് ഓൺ ചെയ്യാം. അതാണ് ഓപ്പൺ എൻഡഡ്. അപ്പുറം ഇപ്പുറം ഓപ്പൺ ആണ്, ആർക്ക് വേണേൽ വരികയും പോവുകയും ചെയ്യാം. ആ ഒരു രീതിയിൽ ലൈക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അഡീഷണൽ വീണ്ടും വാങ്ങാം. ഓക്കെ, existing investors can sell their units back to the fund with the current NAV linked price. കറണ്ട് NAV linked പ്രൈസ് പ്രകാരം നമുക്ക് വേണമെങ്കിൽ ആ കമ്പനിക്ക് തന്നെ തിരിച്ചത് വിൽക്കാം, അതല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വിൽക്കാം. ഇറ്റ് മേ ഓൾസോ ബി ലിസ്റ്റഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഫോർ ട്രേഡിംഗ്. ഈ പറയുന്ന ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ട്രേഡിങ്ങിന് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അവൈലബിൾ ആക്കാൻ സാധിക്കും. ഇത്രയാണ് ഓപ്പൺ എൻഡഡ് ഫണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലോസ് എൻഡഡ് ഫണ്ട്. നോക്കുക, ഇവിടെ സ്കീം ലോഞ്ച് ചെയ്ത സമയത്ത് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിന് ഇത് ബൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, the fund is closed for subscription and additional units are not issued from the NFO period by the fund. ഈ പറയുന്ന അവരുടെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്, അതിനുശേഷം മാത്രമേ എക്സ്ട്രാ ബൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അതിനുശേഷം മാത്രമേ വിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, these funds have a maturity date when the fund buys back the units from the investors at the prevailing NAV linked price and the fund is wound up. ഇവർ പറയുന്നത് ഇപ്പം മേ ബി 5 വർഷത്തേക്കായിരിക്കും വാങ്ങുന്നത്. കറക്റ്റ് 5 വർഷമാകുമ്പോൾ ഇവർ എന്ത് ചെയ്യും, നമുക്ക് പൈസ തന്നിട്ട് ആ മ്യൂച്വൽ ഫണ്ട് തിരിച്ചു മേടിക്കും. ഓക്കെ, ആ ഒരു സിസ്റ്റമാണ് ക്ലോസ് എൻഡഡ് ഫണ്ട്സ്. എക്സ്ട്രാ ആർക്കും എപ്പോൾ വേണേൽ കയറാനോ ഇറങ്ങാനോ പറ്റില്ല, എക്സ്ട്രാ വാങ്ങാൻ പറ്റില്ല, ഉള്ളത് നമുക്ക് ഇടയ്ക്ക് വിൽക്കാനൊന്നും സാധിക്കത്തില്ല. അതാണ് ക്ലോസ് എൻഡഡ് ഫണ്ട്. ഇതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ
ലിസ്റ്റഡ് ആണ്, അപ്പം വാങ്ങാനും വിൽക്കാനും കണക്കാക്കിയിട്ട്. മ്യൂച്വൽ ഫണ്ടിന് ട്രാൻസാക്ഷൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ കേസിൽ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇൻ്റർവെൽ ഫണ്ട്സ്. ഇൻ്റർവെൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ദ യൂണിറ്റ്സ് ആർ അലോട്ടഡ് ടു ദ ഇൻവെസ്റ്റേഴ്സ് വെൻ ദ സ്കീം ഈസ് ലോഞ്ച്. സ്കീം ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത്ര യൂണിറ്റുകൾ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ ഫണ്ട് സ്പെസിഫൈസ് ട്രാൻസാക്ഷൻ പീരീഡ്സ് സച്ച് ആസ് 3 days every quarter when investors can buy units and sell units directly with the fund. ഫണ്ട് യൂസ് ചെയ്ത് അവർക്ക് എപ്പോൾ ബൈ ചെയ്യാം, എപ്പോൾ സെല്ല് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ പീരീഡ് വഴി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ദിവസമാകാം, 3 ദിവസമാകാം, അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ ആകാം. അതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവെൽ ഫണ്ട്. അപ്പോൾ 3 മാസം കൂടുമ്പോൾ വാങ്ങാനും വിൽക്കാനും പറ്റും, അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ വാങ്ങാനും വിൽക്കാനും പറ്റും. ആ ഒരു രീതിയിൽ ഇൻ്റർവെല്ലിലായിട്ടായിരിക്കും ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഇതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്, നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഓക്കെ, then the next one is relative performance. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചായിരിക്കും സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട് സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവിനുണ്ടാകുന്ന വ്യത്യാസവും. എ മ്യൂച്വൽ ഫണ്ട് therefore cannot assure or guarantee a rate of return. പൂർണ്ണമായും ഇത്ര രൂപ തരാം അല്ലെങ്കിൽ ഉറപ്പായും റിട്ടേൺ തരാമെന്നൊന്നും മ്യൂച്വൽ ഫണ്ടിന് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു പക്ഷേ ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടായാൽ മ്യൂച്വൽ ഫണ്ടിലും ചെറിയ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ദ ഇക്വിറ്റി ഫണ്ട്സ് വിൽ ജനറേറ്റ് റിട്ടേൺസ് ഇൻ ലൈൻ വിത്ത് ഇക്വിറ്റി മാർക്കറ്റ്സ് ആൻഡ് വിത്ത് ദ വൊളറ്റൈലിറ്റി ദാറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാവ്. ഇക്വിറ്റി ഫണ്ടിൻ്റെ കാര്യം നമുക്കറിയാം, അത് ഇക്വിറ്റി മാർക്കറ്റിൻ്റെ റിട്ടേൺസ് അനുസരിച്ച് അല്ലെങ്കിൽ വൊളറ്റൈലിറ്റി അനുസരിച്ചായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് റിട്ടേൺ കിട്ടുന്നത്. വെൻ ദ ഇക്വിറ്റി മാർക്കറ്റ് റൈസ്, ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു റൈസ് ഉണ്ടാകുമ്പോൾ ഇക്വിറ്റി ഫണ്ടിൻ്റെ പെർഫോമൻസ് നല്ലതായിരിക്കും. നേരെ മറിച്ച് അവിടെ ഡിക്ലൈൻ സംഭവിച്ചാൽ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ എന്ത് സംഭവിക്കും? ഫോള് സംഭവിക്കും, പൈസ നഷ്ടം ഉണ്ടാവും. എ ഫണ്ട് ട്രൈസ് ടു റെപ്ലിക്കേറ്റ് ഓർ ബെറ്റർ ദ റിട്ടേൺ ഓഫ് ആൻ അസറ്റ് ക്ലാസ്. ഫണ്ട് പൊതുവെ എന്ത് ചെയ്യും? അത് വീണ്ടും ബെറ്ററായി വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റിലേറ്റീവ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിലുള്ള സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് വൊളറ്റൈലാണ്, എപ്പോൾ വേണേലും മൂവ് അപ്പ് ചെയ്യാം, മൂവ് ഡൗൺ ചെയ്യാം, താഴാനും പൊങ്ങാനും ഒക്കെ, പ്രൈസ് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. However, not all such prices will rise and fall together or in equal value at any point in time. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് പോർട്ട്ഫോളിയോയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഓരോ പോർട്ട്ഫോളിയോയിലുമുള്ള സെക്യൂരിറ്റീസ് വ്യത്യാസമാണ്, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് വ്യത്യാസമാണ്. അതുപോലെ അത് വോളറ്റൈലാണ്. ഒരു പക്ഷേ ചില സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂടും, ചിലതിൻ്റെ പ്രൈസ് കുറയും. However, not all such prices will rise and fall together or in equal value at any point in time. ഒരേ സമയത്ത് ഒരിക്കലും എല്ലാവരുടെയും സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ കൂടുകയും എല്ലാവരുടെയും കുറയുകയും ചെയ്യില്ല. ചിലത് കൂടുമെങ്കിൽ ചിലത് കുറയും, മിക്സ് ചെയ്തായിരിക്കും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പ്രൈസസ് ഓഫ് ബാങ്കിങ് സ്റ്റോക്സ് ആർ മൂവിങ് അപ്പ്, ദ പ്രൈസസ് ഓഫ് ടെക്നോളജി സ്റ്റോക്ക് മേ ബി മൂവിങ് ഡൗൺ. ഓക്കെ, ബാങ്കിങ് റിലേറ്റഡ് സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നൊരു ടൈമായിരിക്കും, പക്ഷേ നേരെ മറിച്ച് ടെക്നോളജി സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുമായിരിക്കും. അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് സ്റ്റോക്സിൻ്റെ വാല്യൂ കൂടുമായിരിക്കും. അത് മാറി മറിഞ്ഞുമൊക്കെ വരും. Since these sectors are influenced by different factors. അതിൻ്റെ റീസൺ പല ഫാക്ടേഴ്സാണ് പല സെക്ടേഴ്സിനെയും പല മേഖലകളെയും അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് സെക്ടറിൻ്റെ സ്റ്റോക്ക് മൂവിങ് അപ്പാണെന്ന് വിചാരിക്കാം, മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ബാങ്കിങ് സ്റ്റോക്കിനും ഒരു പക്ഷേ അത് ബാധിക്കും, കുറച്ച് പേർക്കെങ്കിലും റേറ്റ് കൂടാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. Diversification means creating a portfolio of securities such that the overall portfolio is well balanced across multiple sectors and securities, so that the rise or fall in prices of the components is smoothened out. ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പണ്ടും പഠിച്ചിട്ടില്ലേ, എന്താ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിൽ മലയാളം ഞാൻ ഓർക്കുന്നില്ല, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നും പറഞ്ഞ് പഠിച്ചിട്ടില്ലേ.
കറക്റ്റ് മലയാളം ഞാൻ മറന്നുപോയി കേട്ടോ. വൈവിധ്യങ്ങളിൽ എന്താണ്, സോറി എനിക്കത് കിട്ടുന്നില്ല പിള്ളേരെ. ഓക്കെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഇന്ത്യ ഈസ് എ ഡൈവേഴ്സിഫൈഡ് കൺട്രി എന്ന് നമ്മൾ പറയും. കാര്യം എന്താ, ഇന്ത്യയിൽ എല്ലാ വിധത്തിലുള്ള ആൾക്കാരും ഉണ്ട്. എഡ്യൂക്കേറ്റഡ് ഉണ്ട്, അൺഎഡ്യൂക്കേറ്റഡ് ഉണ്ട്, അതുപോലെ വെൽ സെറ്റിൽഡ് ഫാമിലീസ് ഉണ്ട്, അത്ര സെറ്റിൽഡ് അല്ലാത്ത ഫാമിലീസ്, ഹൈ ക്ലാസ്, ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, അങ്ങനെ എല്ലാ ആൾക്കാരുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, അല്ലെങ്കിൽ സിഖ്, ബുദ്ധിസ്റ്റ്, അങ്ങനെ ആൾക്കാർ. ഓക്കെ, പല ജാതി മതത്തിലും ഒക്കെ ഉള്ളവർ, പല ലാംഗ്വേജ് സംസാരിക്കുന്നവർ, അതായത് എല്ലാം വൈവിധ്യങ്ങളാണ്. ഒത്തിരി അധികം വൈവിധ്യങ്ങളുള്ള ആൾക്കാരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് എടുക്കുമ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടായിരിക്കും മ്യൂച്വൽ ഫണ്ട് എപ്പോഴും സ്റ്റോക്ക് ചൂസ് ചെയ്യുന്നത്. ലൈക്ക് ഏതെങ്കിലും ഒരു സെറ്റ് പോർട്ട്ഫോളിയോ താന്ന് പോയാലും ബാക്കി സെറ്റിൻ്റെ വാല്യൂ എപ്പോഴും കൂടി നിൽക്കും. ഇപ്പോൾ നമ്മൾ മിൽക്ക് എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റാന്ന് പറയത്തില്ലേ, കാര്യം എല്ലാ വൈറ്റമിൻസും അല്ല എല്ലാ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതാണ് മിൽക്കിലെന്ന് പറയും. അതേപോലെ ഇവിടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് എല്ലാം കൂടി ഒന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് കഴിവതും ഒത്തിരി നഷ്ടം ഉണ്ടാവില്ല. ഉണ്ടായാൽ ചെറിയ ലാഭം, അല്ലെങ്കിൽ തീരെ ചെറിയ നഷ്ടമേ ഉണ്ടാവത്തുള്ളൂ. Okay, most mutual fund portfolios are well diversified unless they are specifically designed to focus on a single sector. വളരെ ചില മ്യൂച്വൽ ഫണ്ട് മാത്രം ഒറ്റ സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ അവിടെ നഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലാഭം വന്നാൽ ഭയങ്കര ലാഭമായിരിക്കും, പക്ഷെ നഷ്ടം വന്നാൽ ശരിക്കും അടിച്ചു പോകും. അതല്ലാതെയുള്ള ബാക്കി എല്ലാ മ്യൂച്വൽ ഫണ്ടും ഈ ഡൈവേഴ്സിഫിക്കേഷനാണ് ഫോളോ ചെയ്യുന്നത്. A portion of a well-diversified portfolio can be bought while investing in a mutual fund, even with a small investment of about ₹5,000. ഒരു 5,000 രൂപ തൊട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ചെയ്യാൻ സാധിക്കും. ഇറ്റ് മേ അതർവൈസ് നോട്ട് ബി ഫീസിബിൾ ടു റിപ്ലിക്കേറ്റ് എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ വിത്ത് സച്ച് എ സ്മോൾ എമൗണ്ട്. അതേസമയം നമ്മൾ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് വാങ്ങുകയെന്ന് വെച്ചോ, കുറച്ച് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന്, കുറച്ച് ടെക്നോളജി സെക്ടറിൽ നിന്ന്, കുറച്ച് ബാങ്കിങ് സെക്ടറിൽ നിന്ന്, അങ്ങനെ നമ്മളായിട്ട് പലയിടത്തും ചൂസ് ചെയ്ത് വാങ്ങാൻ നിന്നാൽ ഒരിക്കലും 5,000 രൂപ കൊണ്ട് ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷേ അതൊരു മ്യൂച്വൽ ഫണ്ടിലിട്ടാൽ നമുക്ക് അങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കും. ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. നെക്സ്റ്റ് ടേം ഇസ് ഡിവിഡൻഡ് ആൻഡ് ഗ്രോത്ത് ഓപ്ഷൻ. ഓക്കെ, investors are offered two options to receive the returns that the fund has generated: growth and dividend. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ കിട്ടുമല്ലോ. ആ കിട്ടുന്ന റിട്ടേൺ രണ്ട് രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ ഗ്രോത്ത് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന രീതിയിൽ. ഓക്കെ, ഡിവിഡൻഡ് പ്ലാൻസ് മേ ഓഫർ എ ഫർദർ ചോയ്സ് ഓഫ് പേ ഔട്ട് ഓർ റീഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് വീണ്ടും രണ്ട് ചോയ്സുകളുണ്ട്. ഒന്നെങ്കിൽ പേ ഔട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം. ഓക്കെ, ഇതിൽ ഗ്രോത്ത് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഗ്രോത്ത് ഓപ്ഷനിൽ ദ ഗെയിൻസ് മെയ്ഡ് ഇൻ ദ പോർട്ട്ഫോളിയോ ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ബട്ട് റീറ്റെയിൻഡ് ഇൻ ദ ഫണ്ട്. ദ ഗെയിൻസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ റൈസിംഗ് NAV. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ റിയലൈസ് ദ ഗെയിൻസ് ബൈ സെല്ലിംഗ് ദ യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഗെയിൻ ഉണ്ടല്ലോ, ലാഭം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, വീതിച്ച് തരുന്നില്ല. പകരം ഫണ്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്തിടുന്നു, മ്യൂച്വൽ ഫണ്ടിൽ തന്നെ അത് ഇടുന്നു. പക്ഷേ അത് NAV, നെറ്റ് അസറ്റ് വാല്യൂവിൽ ഇതിൻ്റെ റെപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ആ പറയുന്ന ലാഭവും കൂടെ കൂട്ടിയിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. ആ ലാഭം കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡിവിഡൻഡ് പേ ഔട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫണ്ട് ഡിക്ലെയർസ് ഡിവിഡൻസ് ഫ്രം ദ റിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ ദ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ. മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഈ കിട്ടിയ ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതേസമയം റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെങ്കിൽ അവിടെ ചെയ്യുന്നത് പേ ഔട്ട് ചെയ്യുന്നില്ല, നേരത്തെ പോലെ പൈസ തരുന്നില്ല. പക്ഷേ സെയിം സ്ഥലത്ത് സെയിം സ്കീമിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള യൂണിറ്റ്സ് വാങ്ങാൻ പറ്റും, റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡിവിഡൻഡ് ആൻഡ് ഗ്രോത്ത് ഓപ്ഷൻസ്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് വിത്ത് മ്യൂച്വൽ ഫണ്ട്. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് വർക്കിംഗ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട്. So thank you all.